താന്തോന്നി. രചന റോസൂസൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. ഇഷാനിയുടെ ഇരിക്കുക, ഞാനിപ്പോൾ വരാം പറഞ്ഞുകൊണ്ട് ഇഷാനിയുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ എടുത്ത് എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. ഇഷാനി ഓരോന്ന് ആലോചിച്ച് അവിടെ തന്നെ ഇരുന്നു. എന്നതാണോ തന്റെ ഉദ്ദേശം? ആ പെണ്ണിനെ പുറത്താക്കി ഉടനെ ആളെ വെച്ചോ? അവരോടൊന്ന് ചോദിച്ചിട്ട് പോരായിരുന്നോ? മൂർത്തിയെ കണ്ട ഉടനെ അനിഷ്ടത്തോടെ ചോദിച്ച് കറിയാച്ചി മുതലാളി. ആൻസിയെ സേവ് പറഞ്ഞയച്ചു. സംഗതി നേരാണ്, ആ സീറ്റിലേക്ക് ആള് വരണ്ടേ? ഇഷാനി ആ സീറ്റിലേക്ക് യോജിച്ചവളാ, അതുകൊണ്ടാണ് അവൾ വെക്കാൻ തീരുമാനിച്ചത്. താൻ പേടിക്കണ്ടോ, സേവി ഒന്നും പറയില്ല എന്നോട്. കറിയാച്ചന്റെ ടേബിളിനെതിരെ കിടക്കുന്ന കസേരയിൽ നിന്നുകൊണ്ട് പറഞ്ഞു മൂർത്തി. തന്റെ വിശ്വാസം തന്നെ രക്ഷിക്കട്ടെ, അല്ല ഞാനെന്തു പറയാനാ? അവന് താല്പര്യപ്പെട്ടില്ലെങ്കിൽ അപ്പൊ തന്നെ പുറത്താക്കും, അതിലൊരു സംശയവും വേണ്ട. താൻ ആ കുട്ടിക്ക് വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട. പിന്നെ ബാങ്കിൽ പോവേണ്ട കാര്യം ഓർമ്മയുണ്ടല്ലോ. ആ സീറ്റ് പണം തരാനുള്ള ഉദ്ദേശമൊന്നുമില്ലാന്ന് തോന്നുന്നു. സേവിയോട് പറയണമെന്ന് എഴുതിയിട്ടാ പറഞ്ഞാൽ പിന്നെ അയാളെയും കുടഞ്ഞിടും. ഇത്രകാലം നല്ല ബന്ധത്തിലായിരുന്നല്ലേ, ഒരു മാസം കൂടി ടൈം കൊടുക്കാല്ലേ? കറിയാച്ചൻ ബിസിനസ് കാര്യങ്ങളിലേക്ക് തിരിഞ്ഞു. എന്തായാലും ഇത്രയും കാലം നല്ല രീതിയിൽ ബിസിനസ് കൊണ്ടുവരുന്ന ആളല്ലേ, ചിലപ്പോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നായിരിക്കും. കുറച്ചുകൂടെ കാത്തിരിക്കാം. പിന്നെ ഇതാ കുട്ടിയുടെ അപ്പോയിന്റ്മെന്റ് ലെറ്റർ, ഇതിലൊന്ന് സൈൻ ചെയ്തേക്ക്. 2 കൊല്ലത്തേക്ക് സേവ് വേണ്ടെന്ന് വെച്ചാലും ഇഷാനി ചന്ദ്രശേഖർ നമ്മുടെ കമ്പനിയിലുണ്ടാവും. എഗ്രിമെന്റ് അങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. അവനെ ഒന്ന് നന്നാക്കിയെടുക്കേണ്ടത് നമുക്ക്. മൂർത്തി അർത്ഥം വെച്ചുകൊണ്ട് ചോദിച്ചു. അവൻ നന്നാവണമെങ്കിൽ കർത്താവ് തമ്പുരാൻ വിചാരിച്ചാൽ പോലും നടക്കില്ല. സ്വയം വിചാരിക്കണം അവൻ, അല്ലാതെ ഒരു പെൺകുട്ടിയെ കൊണ്ടുവന്ന് അവനെ മാറ്റിയെടുക്കാന്ന് കരുതുന്നത് നമ്മളാ വീട്ടികള്. അപ്പോയിന്റ്മെന്റ് ലെറ്റർ വായിച്ചു നോക്കാതെ തന്നെ ഒപ്പിട്ട് കറിയാസി മുതലാളി. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ, ബാങ്കിൽ പോയിട്ട് പ്ലാന്റേഷനിലൊന്ന് പോകണം പറഞ്ഞോളൂ. മൂർത്തി എഴുന്നേറ്റു. പിന്നെ ഹൗസ് ഹീപ്പിനോട് തീരവണ്ടികളുടെ കണക്ക് ശരിക്കും നോക്കാൻ പറയണം. അയാൾ ഉറക്കം തൂങ്ങിയിരുന്ന ഒരു ലോഡ് പോയത് തന്നെയാ. തനിക്ക് മുന്നിലിരിക്കുന്ന വലിയ ഫയലിലേക്ക് നോട്ടം ഇട്ടുകൊണ്ട് പറഞ്ഞു കറിയാസി മുതലാളി. എപ്പോഴും പറയുന്നുണ്ട്, ഇനിയിപ്പോ വേറെ ആരെങ്കിലും വെക്കേണ്ടി വരാന്നാ നോക്കുന്നത്. പെട്ടെന്നൊന്നും അയാൾ ഒഴിവാക്കാനും പറ്റില്ല, അതാ ക്ഷമിക്കുന്നത്. വരട്ടെ, നോക്കാം പറഞ്ഞുകൊണ്ട് മൂർത്തി റൂമിൽ നിന്നും പോയി. നേരെ തന്റെ ഓഫീസ് റൂമിലേക്കാണ് പോയത് അദ്ദേഹം. അയാളെ കണ്ടപ്പോൾ ഇഷാനി വേഗം എഴുന്നേറ്റു. ഇഷാനി, തന്റെ അപ്പോയിന്റ്മെന്റ് ഓർഡർ ആയിട്ടുണ്ട്, ഇത് താൻ വെച്ചേക്ക്. സേവിയെ കാണിക്കാനുള്ളതാ. ഈ ഫയലുകളൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കണം. നാളെ അവൻ വരുമ്പോൾ സൈൻ ചെയ്യിപ്പിക്കാനുള്ളതാ. എനിക്കൊന്ന് ബാങ്കിൽ പോകണം. താൻ വാ, തന്റെ സീറ്റ് കാണിച്ചു തരാം. ഇഷാനിക്കൊപ്പം മൂർത്തി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് ആൻസി വരുന്നത്. തനിക്കെതിരെ വരുന്ന പെൺകുട്ടിയിൽ ഇഷാനിയുടെ കണ്ണുകളുടക്കി. ശരീരത്തിനൊട്ടും യോജിക്കാത്ത രീതിയിൽ ഇറുകിയ ടോപ്പും ഇറുകിയ പാൻറ്റുമാണ് വേഷം. ആവശ്യത്തിൽ കൂടുതൽ മേക്കപ്പ്, കോമാളി വേഷം പോലെ തോന്നിയവൾക്ക്. ഇഷാനി, റൈറ്റ് സൈഡിലെ ലാസ്റ്റ് ക്യാബിലാണ് തന്റെ, അവിടെ പോയിരുന്നുള്ളൂ, വന്നിട്ട് കാണാം. ആൻസി വരൂ. ഇഷാനി മൂർത്തി പറഞ്ഞ പോലെ തന്നെ ക്യാബിനിലേക്ക് നടന്നു. മറ്റുള്ളവരിക്കുന്ന പാതി മറിച്ച ക്യാബിനാണെങ്കിൽ ഇഷാനിയുടെ ഫുൾ ക്യാബിനാണ്. വാതിൽ തുറന്നാൽ മാത്രമേ അകത്തേക്ക് കയറാൻ പറ്റൂ. എന്നാൽ അകത്തിരിക്കുന്നയാൾക്ക് പുറത്തേക്ക് വ്യക്തമായി കാണുകയും ചെയ്യാം. ഇഷാനി വാതിൽ തുറന്ന് പ്രാർത്ഥനയോടെ വലതുകാൽ വെച്ച് അകത്തേക്ക് കയറി. ആകെ അലങ്കോലമായി കിടക്കുന്ന ടേബിളും ഷെൽഫും ബാഗ് കസേരയിൽ വെച്ചിട്ട് ടേബിൾ വൃത്തിയാക്കാൻ നിന്നു ഇഷാനി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വാതിൽ തള്ളി തുറന്ന് അകത്തേക്ക് കയറി വന്നു നേരത്തെ കണ്ട പെൺകുട്ടി. ഫയലുകൾ അടുക്കി വെക്കുകയായിരുന്നു ഇഷാനി. മാഡം വൃത്തിയാക്കി തുടങ്ങിയോ? കൊള്ളാം. അതെ, എൻ്റെ കുറച്ച് സാധനം എടുക്കാനുണ്ട് പറഞ്ഞുകൊണ്ട് ആൻസി ഷെൽഫിനടുത്തേക്ക് നടന്നു. ഇഷാനി തന്റെ ജോലി തുറന്നു. അവൾ ശ്രദ്ധിക്കുന്നില്ലെന്ന് ഉറപ്പുവരുത്തി ആൻസി ബാഗിൽ നിന്നൊരു കോണ്ടത്തിന്റെ പാക്കറ്റ് എടുത്തു. നൈറ്റ് ഡ്രസ്സും. കയ്യിൽ നിന്ന് വീഴുന്ന പോലെ കോണ്ടം പാക്കറ്റ് നിലത്തേക്ക് ഇട്ടു. എന്തോ വീണ ശബ്ദം കേട്ടപ്പോൾ ഇഷാനി നോക്കി. നിലത്ത് കിടക്കുന്ന പെട്ടി കണ്ടപ്പോൾ അവളുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞു. ഇഷാനി അത് കണ്ടു എന്ന് ഉറപ്പായപ്പോൾ ആൻസി കുനിഞ്ഞതെടുത്തു. അവളുടെ കയ്യിലിരിക്കുന്ന നേർമയുള്ള നൈറ്റ് ഡ്രസ് കൂടി കണ്ടതോടെ ഇഷാനിക്ക് അവളോട് വെറുപ്പ് തോന്നി. അതെ, ഇതൊക്കെ നിനക്കും ആവശ്യം വരും, കരുതി വെക്കുന്നത് നല്ലതാ. ഇല്ലെങ്കിൽ കൊച്ചു മുതലാളിയുടെ കൊച്ചു വയറ്റിൽ കുരിക്കും. ഞാൻ ബുദ്ധി കളിച്ചുകൊണ്ട് അബദ്ധം പറ്റിയില്ല. എന്നെ മടുത്തപ്പോൾ കറിവേപ്പില പോലെ എടുത്തെറിഞ്ഞു. നിനക്കും ഗതി അതൊക്കെ തന്നെ ആയിരിക്കും. ശബ്ദം താഴ്ത്തി അടക്കത്തിൽ ആൻസി പറഞ്ഞു കേട്ടപ്പോൾ തന്റെ ദേഹം കുഴയുന്ന പോലെ തോന്നി ഇഷാനിക്ക്. എങ്കിലും പുറമേ കാണിക്കാതെ പറഞ്ഞവൾ. അതിന് നീയല്ല ഈ ഇഷാനി ചന്ദ്രശേഖർ, എനിക്ക് ഒറ്റ അച്ഛനേ ഉള്ളൂ. ഈ ജോലി പോലെ അന്തസ്സായി മറ്റൊരു ജോലിക്ക് ശ്രമിക്കും ഇഷാനി. ആർക്ക് മുന്നിൽ ശരീരം കാഴ്ചവെച്ചിട്ട് എനിക്കൊരു ജോലി വേണ്ട. ഇഷാനി പറയുന്ന കേട്ട് പരിഹാസത്തോടും ചിരിച്ചു ആൻസി. വാശി നല്ലതാ, കുറുക്കന്റെ ബുദ്ധിയാ മൂർത്തിക്ക്. സേവിച്ചതിന് വേണ്ടി എന്ത് വൃത്തിയായിട്ട് ഏർപ്പാണ് അയാൾ നിൽക്കും. ഇവിടെ തുടരണോ വേണ്ടയോ എന്ന് നിനക്ക് തീരുമാനിക്കാം, ഇനിയും വൈകിയിട്ടില്ല പറഞ്ഞുകൊണ്ട് കയ്യിലിരുന്ന സാധനങ്ങൾ ബാഗിൽ തിരികെ വാതിൽ തുറന്ന് പുറത്തേക്ക് നടന്നവൾ. ഇഷാനി തളർച്ചയോടെ ചെയറിലിരുന്നു. അവളുടെ മനസ്സാകെ പതറിപ്പോയിരുന്നു. രാവിലെ വന്ന് കിടന്നവൻ കണ്ണു തുറന്ന് വൈകുന്നേരത്താണ്. തല വെട്ടിപ്പൊളിയുന്ന വേദന തോന്നിയവന്. ബെഡിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഉടുമുണ്ട് അഴിഞ്ഞു വീണു. അതെടുത്ത് ഉടുക്കാൻ നിൽക്കാതെ ബാത്റൂമിലേക്ക് കയറിയവൻ ജുബയിട്ടിട്ട് തന്നെ ഷവറിനടിയിൽ നിന്നു. തണുത്ത വെള്ളം ശരീരത്തിലൂടെ ഒലിച്ചിറങ്ങി. ഏറെ സമയം അങ്ങനെ നിന്നപ്പോൾ ഒരാശ്വാസം തോന്നി. കുളി കഴിഞ്ഞിറങ്ങി നനഞ്ഞ ജുബ് അലക്കാനുള്ള ഡ്രസ്സ് ഇടുന്ന പിന്നിലിട്ടിട്ട് ടവലെടുത്ത് തലതോർത്തി ദേഹം തുടച്ച് വെള്ളത്തിൽ മുക്കി പിഴിഞ്ഞ് കമ്പിയിൽ വിരിച്ചിട്ടു. ഡ്രസ്സിംഗ് റൂമിൽ ചെന്ന് ഡ്രസ്സ് എടുത്തിട്ട് മുടി ചീവി ഒതുക്കി താടിയും ഒന്ന് സെറ്റാക്കി. കഴുത്തിൽ കിടക്കുന്ന കൊന്തയൂരി ടേബിളിൽ വെച്ചു. കൊന്ത കഴുത്തിലിട്ട് വൃത്തികേട് കാണിക്കാൻ പറ്റത്തില്ല, അതുകൊണ്ടാണ് ഊരി വെക്കുന്നത്. കർത്താവേ ക്ഷമിച്ചേക്കണേ.
ഇരുകൈകളും കൂപ്പി ചുമരിൽ ഫ്രെയിം ചെയ്തു വെച്ചിരിക്കുന്ന ക്രൂശിത രൂപത്തിലേക്ക് നോക്കിയൊന്ന് കുരിശ് വരച്ചുകൊണ്ട് അവൻ പുറത്തേക്ക് നടന്നു. സ്റ്റെയർ ഇറങ്ങി വരുമ്പോൾ കണ്ടു ടി വി കാണുന്ന തങ്കച്ചിയെ. കുഞ്ഞെ കഴിക്കാനെടുക്കട്ടെ? അവനെ കണ്ടപാടെ ഏലിയാമ്മച്ചി ചോദിച്ചു. തന്റെ കുട്ടിക്കാലം തൊട്ട് കാണുന്നതാണ് അവരെ സേവി. അമ്മയുടെ സഹായത്തിന് നിന്നിരുന്നാണ് ഇപ്പോഴും അവരുണ്ട് ആ വീട്ടിൽ. സേവി കഴിച്ചോ കുടിച്ചോ എന്നൊക്കെ അന്വേഷിക്കാൻ. വല്ലാത്ത വിശപ്പ്, കഴിക്കാനെടുത്തുകയില്ലേ മച്ചി? സേവി ആ വീട്ടിൽ മയത്തിൽ സംസാരിക്കുന്ന അവരോട് മാത്രമാണ്. അവർ വേഗം അടുക്കളയിലേക്ക് തിരിച്ചുപോയി. കഴിക്കാനെടുത്തിട്ട് വന്നു. തേങ്ങാ കുത്തിട്ട് ഒലത്തിയെടുത്ത പോത്തും മുളകിട്ട് കുറുക്കി വെച്ച മീൻകറിയും കട്ടി മോര് കൂട്ടാനും മീൻ വറുത്തും കൂട്ടി നല്ലൊരു പിടിപിടിച്ച് സേവിച്ച് അവനെ ദേഷ്യത്തോടെ നോക്കി തങ്കച്ചി. കഴിച്ചെഴുന്നേറ്റ് ജീപ്പിന്റെ താക്കോല് വലത് കൈയുടെ ചൂണ്ടുവരലിട്ട് കറക്കി പുറത്തേക്ക് നടന്നവൻ. പോർച്ചിൽ നിന്ന് ജീപ്പ് ഇറക്കി ഇരപ്പിച്ചുകൊണ്ട് റോഡിലൂടെ പറപ്പിച്ചവൻ. ആ ജീപ്പ് ചെന്ന് ഇന്ന് ജോസിയുടെ വീടിന് താഴെയുള്ള ഇടറോഡിലാണ്. നിർത്താതെ ഹോൺ മുഴക്കിയവൻ. ഓഹ്, വന്നല്ലോ കാലമാടൻ. ജോസൂട്ടിയുടെ ഒരേ ഒരു പെങ്ങൾ ജെന്നിഫർ പിറുവിറുത്തോണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി. ഇവിടെയുള്ളവർക്കൊക്കെ ചെവി കേൾക്കാം, ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞവൾ. നീളമുള്ള ജാക്കറ്റും ഫുൾ പാവാടയുമാണ് അവളുടെ വേഷം. പാവാട ഒരു സൈഡിൽ എടുത്ത് കുത്തിയിട്ടുണ്ട്. ആ, അതെനിക്കും അറിയാലോ. എടി കാന്താരി, ജോസൂട്ടിയോടെ. എന്റെ പേര് കാന്താരി എന്നല്ല, മുഖത്തേക്ക് ഗൗരവം കുറക്കാതെ പറഞ്ഞവൾ. എന്റെ പൊന്നു കൊച്ചേ, നിന്റെ പേരൊക്കെ എനിക്കറിയാം. നിന്റെ പൊന്നാങ്ങളെന്ന് കാണാമെന്നാ അവനിവിടെ അല്ലേ? അവളെ നോക്കി ഇരു കൈകളും കൂപ്പി പിടിച്ചുകൊണ്ട് പറഞ്ഞവൻ. ചേട്ടായി കുളിക്കാൻ പോയതാ. പറഞ്ഞു തീരുമ്പോഴേക്കും നനഞ്ഞ മുടിയും തുടക്ക പോലും ചെയ്യാതെ അയൽ കിടന്ന ഷർട്ട് എടുത്തിട്ട് ഓടി വന്ന് ജോസൂട്ടി. ഇനിയിപ്പോ ഏത് പാതിരാത്രിക്ക് കയറി വരാനാ നീ? ആ ചെറുക്കന്റെ കൂടെ കൂടി കുടിച്ചിട്ടെങ്ങാനും വന്നാലുണ്ടല്ലോ, അന്ന് വീട്ടിൽ നിന്ന് പുറത്താ നീ. അത് മറക്കണ്ട കേട്ടല്ലോ. പശുവിനുള്ള കാടിവെള്ളം കലക്കിക്കൊണ്ട് അമ്മച്ചി വരുന്ന കണ്ടപ്പോൾ ജോസൂട്ടി വേഗം വലിഞ്ഞു. പാതിരാത്രി ഒന്നും ആവത്തില്ല. ഇനി അതാവും വയ്യാലേ ആ പായെടുത്ത് ഇണ്ണയിലേക്കിട്ട്. ഇനി ഞാൻ വയ്യാലേ അവിടെ വാക്ക് പോരല്ല, കയ്യാങ്കളിയായിരിക്കും നടക്കുക. പറഞ്ഞുകൊണ്ട് ഷർട്ടിന്റെ ബട്ടണിട്ട് കൊണ്ട് ഓടിയവൻ. ഓടി, കൊച്ചുമായിൽ വലിയ വർത്താനം പറയാൻ നിൽക്കാവള്. +2 നീ പഠിക്കുന്നത്, പഠിക്കാനൊന്നുമില്ലല്ലേ? പെങ്ങള് നോക്കി കണ്ണുരുട്ടി പറഞ്ഞുകൊണ്ട് ജീപ്പിന്റെ മുൻ സീറ്റിലേക്ക് കയറിയിരുന്നവൻ മുഖം ഒന്ന് കോട്ടിക്കൊണ്ട് ജെസ്സി കയറിപ്പോയി. ജീപ്പ് ഒന്ന് സ്റ്റാർട്ടാക്കി സേവി. അല്ല, ഇന്നെങ്ങോട്ടോ? അവനെ ഒന്ന് ചെരിഞ്ഞു നോക്കിക്കൊണ്ട് ചോദിച്ചു ജോസൂട്ടി. അവനെ നോക്കി ഒരു വഷള ചിരിച്ചു സേവി. അവന്റെ കഴുത്തിലെ കൊന്ത കാണാതിരുന്നപ്പോൾ മനസ്സിലായി ജോസൂട്ടിക്ക് സെലീനയെ കാണാനുള്ള പോക്കാണെന്ന്. കഴുത്തിൽ കിടക്കുന്ന കൊന്ത വീണമെങ്കിൽ അതാണല്ലോ കാരണം. എന്തിനാ സേവിച്ച ആ പെണ്ണിന്റെ വീട്ടിൽ നീ പോകുന്നു? വെറുതെ ആളുകളെ കൊണ്ട് പറയിപ്പിക്കാൻ. അവന്റെ വാക്കിൽ നീരസം ഉണ്ടായിരുന്നു. എന്റെ മനസ്സും ശരീരവും ഒന്ന് തണുക്കണമെങ്കിൽ സെലീന വിചാരിക്കണം. അവളെ ഞാൻ ഇന്നും ഇന്നലെയും കാണുന്നില്ലല്ലോ, കുട്ടിക്കാലം തൊട്ടേ അറിയുന്ന. വിവാഹം കഴിഞ്ഞപ്പോൾ അവളുടെ ജീവിതം ഇങ്ങനെയൊക്കെയായി. എന്നെ കൊണ്ടാവുന്ന ഒരു സഹായം ഇലക്കും മുള്ളിനും കേടില്ലല്ലോടാ. സേവി കീഴ്ച്ചുണ്ടെന്ന് കടിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങളുടെ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളിങ്ങനെ നശിപ്പില്ലായിരുന്നു. നല്ലവരെ ദൈവം അങ്ങ് നേരത്തെ വിളിക്കുമല്ലോ. അത് നീ പറഞ്ഞ നേരാണ്. എൻ്റെ മമ്മി ഉണ്ടായിരുന്നെങ്കിൽ ഞാനിങ്ങനെ ആവില്ലായിരുന്നു. ഇപ്പം അതല്ലല്ലോ. സേവി കെട്ടവനാ, കൊള്ളരുതാത്തവൻ, ആർക്കും വേണ്ടാത്തവൻ, ആരും ഇല്ലാത്തവൻ. പറയുന്നതോടൊപ്പം തന്നെ കൈയെത്തിച്ചിരിക്കുന്നതിന്റെ സൈഡിലായി വെച്ചിരുന്ന കുപ്പിയെടുത്ത് കോർക്ക് വെച്ച് അടച്ച അടപ്പ് കടിച്ചെടുത്ത് പുറത്തേക്ക് ആഞ്ഞു തുപ്പി. വാറ്റുചാരായത്തിന്റെ രൂക്ഷഗന്ധം നിറഞ്ഞിരുന്നു വണ്ടിയിൽ. ആ കുപ്പിയിൽ വെളുത്ത ദ്രാവകം വായിലേക്ക് കമിഴ്ത്തി. ജോസൂട്ടി അത് നോക്കിയിരുന്നു. ഒറ്റ കൈ കൊണ്ട് അഭ്യാസിയെ പോലെ ജീപ്പ് ഓടിച്ചുകൊണ്ടാണ് അവനത് ചെയ്യുന്നത്. അവന്റെ തൊണ്ടയിരിച്ചുകൊണ്ട് ആ ദ്രാവകം ഇറങ്ങി. ഈ വാറ്റിങ്ങനെ വെള്ളം ചേർക്കാൻ കുടിച്ചാലേ അധികം വൈകാതെ നിങ്ങൾ എടുക്കേണ്ടി വരും. ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഇങ്ങനെ കുടിച്ചാശിക്കുന്നത്? ജോസൂട്ടിക്ക് സങ്കടം വന്നു. ഇതൊക്കെ ആൺകുട്ടികൾക്ക് പറഞ്ഞിട്ടുള്ള കാര്യമാടാ. നീയൊക്കെ അടിച്ച അതോടെ തീർന്നു. വെറുതെ എന്നാലും എനിക്ക് വേണ്ട. വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ചോദിക്കാനും പറയാൻ ആളുണ്ട്. അവർക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ ഇങ്ങനെ കൂടെ നടക്കുന്നതുകൊണ്ട് വേണ്ടാത്ത പേർക്ക് എനിക്ക് ചാർത്തി വന്നിട്ടുണ്ട് നാട്ടുകാർ. അതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. നിനക്ക് പറ്റില്ലെങ്കിൽ ഇട്ടിട്ട് പോടാ മൈ. എനിക്ക് വേണ്ടി നീ നിന്റെ നല്ല പേര് കളഞ്ഞൊളിക്കണ്ട. സേവ് വിളിച്ചു പറഞ്ഞ മുട്ടം തെറിയിട്ടിട്ട് കാതിരണ്ടും പൊത്തിപ്പിടിച്ച് ജോസൂട്ടി. പിന്നീട് അവനൊന്നും മിണ്ടിയില്ല. സെലീനയുടെ വീണ് കുറച്ച് മാറി ജീപ്പ് ഇരപ്പിച്ച് നിർത്തിയിറങ്ങി സേവി. മടക്കി കുത്തിയ മുണ്ട് വശത്ത് നിന്നൊന്ന് പൊക്കി അണ്ടർവെയറിന്റെ പോക്കറ്റിൽ കരുതുന്ന ചുരുട്ടുകൾ ലൈറ്ററും എടുത്തു. ജീപ്പിൽ ചാരിയുന്ന ചുരുട്ട് ചുണ്ടിലേക്ക് വെച്ച് തലയൊന്ന് ചെരിച്ചു പിടിച്ച് ലൈറ്റർ കത്തിച്ചു സേവി. അവന്റെ ചുണ്ടിൽ നിന്ന് ചുരുട്ട് എരിഞ്ഞു തുടങ്ങി. പുകയൊന്ന് ആഞ്ഞു വലിച്ച് അവൻ ഇരുട്ടിലേക്ക് മറഞ്ഞു. ഇനി ആ പോയവൻ തിരികെ വരുമ്പോഴേക്കും തന്റെ ഒരു ഉറക്കം കഴിയും. അതറിയാവുന്നതുകൊണ്ട് സീറ്റിലേക്ക് ചാരിയിരുന്ന് ജോസൂട്ടി. അവനെ കാത്തുന്ന പോലെ ആ കുഞ്ഞ് ഓടിട്ട വീടിനടുത്ത ചായ്പിൽ റാന്തൽ തിരി ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് കട്ടിൽ കമിഴ്ന്നു കിടന്ന സെലീന. അവളുടെ എണ്ണമയം പറ്റിയ തലമുടി ചിതറിക്കിടന്നു. കൈലിയും ബ്ലൗസുമാണ് അവളുടെ വേഷം. അല്പം തടിച്ചു വെളുത്ത രൂപം, പ്രായത്തിൽ കവിഞ്ഞ വളർച്ചയുള്ള ശരീരം, ആരെയും മയക്കുന്ന വശ്യമായ കണ്ണുകൾ. ചാരിയിട്ട വാതിൽ തള്ളി തുറന്നവനകത്തേക്ക് കയറി. എന്നാ കിടപ്പാണി നീ കിടക്കുന്നേ? നീ എന്റെ കൺട്രോൾ മുഴുവൻ കളയുമല്ലോ പറഞ്ഞുകൊണ്ട് അവളുടെ അടുത്ത് കിടന്നവൻ. കൺട്രോള് പോകാനാണെങ്കിൽ എന്ന് പോവേണ്ടതോ? ഇതിപ്പോ ഈ കിടത്തം മാത്രല്ലേ ഉള്ളൂ, ഒന്ന് തൊടാനും കൂടി സമ്മതിക്കില്ലല്ലോ. വശ്യതയോടെ ചോദിച്ചുകൊണ്ട് അവന്റെ ദേഹത്തേക്ക് ചായാൻ ശ്രമിച്ചവൾ. വേണ്ട വേണ്ട, അത് വേണ്ട. നീ എനിക്ക് പഴയ ബാല്യകാലി സഖി തന്നെയാ. പിന്നെ ഇവിടെ ഞാൻ വരുന്നത് നിനക്ക് ചെയ്തില്ലാത്തൊരു ഉപകാരം.
നിന്റെ കാര്യവും നടക്കും, എന്റെ കാര്യവും നടക്കും. നാട്ടുകാർക്ക് മുമ്പിൽ ഈ സേവ് പെണ്ണുപിടിയാനാവണം. അതുമാത്രമേ എനിക്ക് വേണ്ടതുള്ളൂ. എന്റെ അപ്പനോട് ചെയ്യുന്ന പ്രതികാരം അമ്മച്ചി ജീവനോടെയുള്ളപ്പോ മറ്റൊരു തേവിടിശയെ തേടിപ്പോയ അയാൾക്ക് ഞാൻ കൊടുക്കുന്ന തിരിച്ചടി നേരെ കൂടെ കട്ടക്ക് നിൽക്കണം കേട്ടോ. ആര് ചോദിച്ചാലും നിന്നെ ഞാൻ തേടി വരുന്നതെന്ന് മാത്രമേ പറയാവൂ. ലക്ഷ്യം മറ്റേത് തന്നെ. ആളെ നോക്കി കണ്ണടച്ച് പിടിച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ എനിക്കറിയാവുന്നല്ലേ, എനിക്കുണ്ട് മോഹങ്ങളൊക്കെ നിന്നെ പോലെ ഒരാണിന്റെ. ആൾ പറഞ്ഞു തുടങ്ങുമ്പോഴേക്കും കയ്യുയർത്തി തടഞ്ഞവൻ. വേണ്ട വേണ്ട, അത് വേണ്ട. നിന്റെ ഭർത്താവിന് ഈ വഴിക്ക് കാണാനല്ലോ ഇപ്പോ, ചോദിച്ചുകൊണ്ട് എഴുന്നേറ്റവൻ. ആദ്യ ഭാര്യക്കൊപ്പാണെന്ന് ആരോ പറയുന്ന കേട്ടു. എവിടെയെങ്കിലും പോട്ടെ, ദേഷ്യത്തിൽ പറഞ്ഞ സെലീന. എന്നാലും നീ ഇങ്ങനെയൊക്കെ മാറിപ്പോകുന്നത് ഞാനൊരിക്കലും കരുതിയില്ല. എപ്പോഴത്തെയും പോലെ പോക്കറ്റിൽ നിന്ന് ഏതാനും നോട്ടുകളെടുത്ത് അവിടെ അരികിൽ വെച്ചു. സാഹചര്യങ്ങളാണ് മനുഷ്യരെ മാറ്റുന്നതെന്ന് പറയുന്നത് ശരിയാ സേവിച്ച. അത് നീ വെറുതെ ന്യായീകരിക്കാൻ വേണ്ടി പറയുന്ന. തെറ്റ് ചെയ്യുമ്പോൾ സ്വയം ന്യായീകരിക്കും ചിലര്. എന്നാൽ ആ തെറ്റിരുത്താൻ ശ്രമിക്കാറില്ലെന്ന് സാരം. വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ആ ഇരുട്ടിലേക്ക് അവൻ മറയുന്നു നോക്കി അങ്ങനെ തന്നെ ഇരുന്നു സെലീന. സേവി ചെല്ലുമ്പോൾ മയക്കത്തിലായിരുന്നു ജോസൂട്ടി. ദാ അവനെ തട്ടി വിളിച്ച് സേവിച്ചൻ. അയ്യോ! ആലറി വിളിച്ചുകൊണ്ട് ചാടി എഴുന്നേറ്റവൻ. നേരെ ഇരിക്കടാ പൂ. അവന്റെ ആ പറച്ചിൽ തന്നെ ജോസൂട്ടി മുഖം അമർത്തി തുടച്ച് ജീപ്പിന്റെ കമ്പിൽ പിടിച്ച് നേരെ ഇരുന്നു. ഒരു ചുരുട്ടുകൂടി കത്തിച്ച് ജീപ്പ് സ്റ്റാർട്ടാക്കി ഒറ്റ കൈ കൊണ്ട് സ്റ്റിയറിംഗ് വളച്ചു. ഒന്ന് മുന്നോട്ട് കുതിച്ച് ജീപ്പ് പിന്നിലേക്ക് ഓടിച്ചെടുത്തു സേവി. അതെ, വല്ലാത്ത അഭ്യാസം കാണിക്കണ്ട. നെട്ടും ബോൾട്ടും കൊണ്ട് ഓടുന്ന ശകട. അതെങ്ങാനും ഊരി തെറിച്ചാലുണ്ടല്ലോ, അതോട് തീർന്നു. കമ്പിൽ പിടിച്ചിരുന്നോണ്ട് പറഞ്ഞവൻ. എന്റെ കൂടെ നടക്കുന്നതിന്റെ ധൈര്യങ്ങളും കാണിക്കടാ, ഊരിത്തെറിക്കും പോലും. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യാം, നീ ഇവിടെ ഇറങ്ങി നടന്നു വാ. ചുരുട്ട ആഞ്ഞു വലിച്ച് പുക അവന്റെ മുഖത്തേക്ക് ഊതിയിട്ടുകൊണ്ട് പറഞ്ഞ് സേവി. നല്ല കാര്യം, എന്റെ അടക്കം കാണുന്ന നിങ്ങൾക്കല്ലേ? ജോസൂട്ടി പിറുവിരുത്തോണ്ടിരുന്നു. ചുണ്ടിലൊരു ചിരിയോടെ സേവി ചുണ്ടിനും പല്ലിനിടയിൽ ചുരുട്ട് കടിച്ചു പിടിച്ച് ഇരു കൈകളും സ്റ്റിയറിംഗിൽ പിടിച്ചു. അപ്പോഴാണ് ജോസൂട്ടിക്ക് ആശ്വാസമായത്. അല്ല, നാളെന്താ പരിപാടി? ഓഫീസ് പോകുന്നുണ്ടോ? അതൊക്കെ എനിക്ക് അപ്പപ്പോ തോന്നുന്ന മൂഡ് പോലെ ഇരിക്കും. എനിക്ക് പുതിയ PA വന്നിട്ടുണ്ട്. അങ്കിള് വിളിച്ചിരുന്നു, അവളെ ശരിക്കൊന്ന് കാണുന്നുണ്ട്. മീശയൊന്ന് പിരിച്ചുകൊണ്ട് പറഞ്ഞ് സേവി. അതെ, എന്നോട് പറഞ്ഞു നാളെ ഇപ്പൊ പുതിയ PA കാണാൻ. ഓക്കെ, ജോസൂട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. മറ്റവളെ പോലെയാണെങ്കിൽ ഒന്നും നോക്കാനില്ല, തൂക്കിയെടുത്ത് വെളിക്കളയണം. വേറെ സംസാരമില്ല, ആരുടെ നിയമനായാലും. സേവി കടുപ്പിച്ചുകൊണ്ട് പറഞ്ഞു. അത് പിന്നെ അങ്ങനെയല്ലേ വേണ്ടത്, നമുക്ക് ആൻസിയൊന്നും പറ്റില്ല, സെലീന തന്നെ വേണം. ചിരിച്ചുകൊണ്ട് പറഞ്ഞവൻ. ഡാടാ, അല്ലാതെ വെളച്ചിലെടുക്കണ്ട. ഒറ്റ ചാവിട്ടങ്ങ് വെച്ചെന്നാണ്ടല്ലോ, നിന്റെ അടക്കം നാളെ തന്നെ നടക്കും. സേവി പറഞ്ഞു കേട്ടപ്പോൾ ചിരിച്ചുപോയി ജോസൂട്ടി. ജോസൂട്ടിയുടെ വീടിനടുത്തുള്ള വഴിയിൽ അവൻ ഇറക്കി വീട്ടിലേക്ക് പോയി സേവി. കുളി കഴിഞ്ഞ് ബെഡിൽ കമിഴ്ന്ന് വീഴുമ്പോൾ ഉറക്കവന്റെ കൺപോളകളിൽ മുത്തമിടാൻ തുടങ്ങിയിരുന്നു. ഇഷാനിയോട് ഭദ്രം പറഞ്ഞിട്ട് പോയ കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നെങ്കിലും ആൾ വിഷമിപ്പിക്കണമെന്ന് കരുതി സങ്കട ഉള്ളിൽ മറച്ചു വെച്ചു അച്ഛമ്മ. എന്റെ അച്ഛമ്മക്കുട്ടിക്ക് എന്തേ വയ്യേ? ഇന്നലെ രാത്രി മുതൽ ഞാൻ ശ്രദ്ധിക്കുക. ഇഷാനി പുറപ്പെട്ടിറങ്ങാൻ തുടങ്ങുമ്പോൾ ചോദിച്ചു. ഏയ് ഒന്നുമില്ല മോളെ, മോള് പോയിട്ട് വാ. വേദനയിൽ അവർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ചേച്ചി, ഞാൻ റെഡി. ശ്രീകുട്ടി വന്നോടെ അച്ഛമ്മയ്ക്ക് പതിയെ മുത്തു നൽകി ഇറങ്ങി ഇഷാനി. തന്റെ മകന്റെ 2 മക്കളും മുറ്റം കടന്നു പോകുമ്പോൾ ആ പ്രായമായ അമ്മയുടെ മിഴികൾ നിറഞ്ഞു. തന്റെ കൊച്ചുമക്കൾക്ക് ആപത്തൊന്നും വരുത്തരുതേ എന്ന് നെഞ്ചിൽ കൈവച്ച് പ്രാർത്ഥിച്ചു അവർ. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.